Traditional Ayurveda is not just a system of medicine, it's a way of being, born in harmony with nature, with the rhythm of the seasons, the pulse of the soil, and the spirit of the humanity. For centuries, this wisdom flowed not through books, but through life itself, from guru to disciple, from observation to experience, from heart to heart. As of now, Prem, it's working very beautifully. What you have here with people which end up finding Purani Valley and your relationship with the Vaidya. What are your future plans with this? See, when I started this, my journey, as I told you earlier, like it has started more than 10 years or nearly 15 years, or more than 15 years, I think, altogether. And it just happened. Okay, there was no plan as such. It was my interest in learning Ayurveda, healing. As you know, I'm a Marma practitioner. So all these things happen and it added the value. So I can guide people, I can understand their requirements intuitively, and I guide people accordingly. And I end up on this place, and this is a place which resonates with my values and what I want. Okay. So yes, future This will be plans are one one of of my flagship projects where people are going to see what real Ayurveda is. Okay. Interesting. And it will be, I'm planning certain retreats also, which will be having different elements combined with the best of what we can provide. That is what my plan is, to Sounds bring out the exciting. best of the traditional Ayurveda and bring it present to the world. Can't wait. Yeah. You will see it soon. ഉദയേട്ട നമസ്കാരം. ഉദയേട്ട, എന്റെ മോന് പണ്ട് അപ്പൻഡിസൈറ്റിസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഒത്തിരി സിവിയർ കണ്ടീഷൻ ആയിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ഹൈ ഡോസിൽ ആന്റിബയോട്ടിക് കൊടുത്ത് സർജറി ഇല്ലാതെ രക്ഷപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. എന്നിരുന്നാലും അവർ അന്ന് പറഞ്ഞിരുന്നു, ഇത് റെക്കറൻസ് ഉണ്ടാവും, വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ സർജറി അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും വീണ്ടും അത് പലതവണ വന്നിട്ടുണ്ട്. അന്നൊക്കെ തുടക്കത്തിലെ, ഞാനിത് ഒരു വിജിലന്റ് ആയിട്ട് ഇരുന്നത് കൊണ്ട് അത് തുടക്കത്തിലെ തന്നെ അതിനെ ആയുർവേദ മരുന്നൊക്കെ കൊടുത്ത് ട്രീറ്റ് ചെയ്ത് ഒരു കൺട്രോളിൽ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് വേനലവധി കാലത്ത് അവനെ ഞാൻ ഉദയേട്ടന്റെ അടുത്ത് ചികിത്സയ്ക്ക് കൊണ്ടുവരുന്നത്. ആ ചികിത്സയ്ക്ക് ശേഷം അവന് ഇന്നൊരു 3 വർഷം ആവുന്നു, ഇന്നുവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. പക്ഷെ അന്ന് ഉദയേട്ടന്റെ അടുത്ത് വരുമ്പോൾ ഉദയേട്ടനോട് പറയാതിരുന്ന ഒരു കാര്യമുണ്ട്. അവന്റെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു. അത് കൂടാതെ അവന് ലേസി ഐ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷനും കൂടി ഉണ്ടായിരുന്നു. ഉദയേട്ടന്റെ ചികിത്സ, ഈ അപ്പൻഡിസൈറ്റിസിനുള്ള ചികിത്സ കഴിഞ്ഞപ്പോ ഈ രണ്ട് കണ്ണിന്റെ കാഴ്ച കുറച്ച് ഇംപ്രൂവ് ആവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ലേസി ഐ എന്ന കണ്ടീഷൻ മാറുകയും ചെയ്തു. അപ്പോ എന്റെ ചോദ്യം ഇതാണ് ഉദയേട്ട, ഈ കണ്ണിന്റെ കാഴ്ച പ്രശ്നമുള്ളവർക്ക് അതില് ഉദയേട്ടന്റെ സമ്പ്രദായത്തില് എന്താണ് ഒരു ചികിത്സയുള്ളത്? ഇവിടെ ചെയ്യുന്ന ചികിത്സ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഉള്ള ഒരു ഇന്നതിനെ ചികിത്സിക്കൂ എന്ന തരത്തിലോ ഇന്നത് മാത്രമാണ് മരുന്ന്, മറ്റൊന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ പ്രേമിന്റെ വിഷയത്തില്, മകന്റെ വിഷയത്തില്, പിന്നെ അന്ന് തലയിൽ ഒരു മരുന്നിടാൻ ഞാൻ തന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, പിത്തശമനത്തിനായി. അപ്പോ അപ്പൻഡിസൈറ്റിസ് വന്നതും അതിന്റെ കൺട്രോള് വിട്ടുപോയതുകൊണ്ടാണ്. അത് കൺട്രോളിൽ വരുത്തിയപ്പോ ഈ അസുഖം കുറഞ്ഞു. കണ്ണിന്റെ എങ്ങനെയാണ് നേരെയാവുന്നത് വെച്ചാൽ, അതും കണ്ണിലും കുറെ ഗ്രന്ഥികളും കുറെ കാര്യങ്ങളും, കണ്ണുനീര് ഗ്രന്ഥി അതുപോലെയുള്ള ഗ്രന്ഥികളുണ്ട്, അതേപോലെ നാഡി വ്യൂഹങ്ങളുണ്ട്. ഇതൊക്കെയും കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും തലയ്ക്ക് മരുന്നിട്ട് കഴിഞ്ഞ്. അപ്പൊ പഞ്ച ഇന്ദ്രിയങ്ങൾക്കും ബലം വരുത്തുക, ബേസിക് ആയിട്ട് അതാണ് ശ്രദ്ധിക്കുന്നത് നമ്മൾ. ഇന്ദ്രിയ ബലം കുറയുക. കണ്ണിന് കാഴ്ചയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ ബലം കുറവാണ് എന്നങ്ങ് നിശ്ചയിക്കും. അത് പഞ്ച ഇന്ദ്രിയങ്ങളും ബലം ഉണ്ടായിരിക്കണം ശരീരത്തിൽ. ആരോഗ്യമുള്ള ശരീരം അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. കാഴ്ച നന്നായിരിക്കും, എല്ലാ ഗന്ധങ്ങളും തിരിച്ചറിയാൻ പറ്റും, വായ്ക്ക് എല്ലാ രുചിയും അറിയാൻ പറ്റും, കേൾവി, വളരെ സൂക്ഷ്മമായ ശബ്ദം പോലും കേൾക്കാൻ പറ്റും. സ്പർശവും അങ്ങനെ തന്നെയാണ്. എന്റെ ഇന്ദ്രിയങ്ങളും അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് വർക്ക്. കണ്ണിനായിട്ടൊരു ചികിത്സ, ഇവിടെ ഇരുന്നോളൂ, ഞാൻ കണ്ണിനായിട്ട് ചികിത്സിക്കാൻ പോകുന്നു, ഇത് കണ്ണിന് മാത്രമുള്ള മരുന്നാണ്
അങ്ങനെയല്ല, ഈ ശരീരത്തെ നന്നാക്കിയെടുക്കുക, സുകുമാര ശരീരിയായിട്ട് മാറ്റുക, അങ്ങനെയാണ് ചെയ്യുന്നത്. ഉദയേട്ടൻ മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നത്, ഉദയേട്ടൻ്റെ അടുത്ത് പലപ്പോഴും പല രോഗികളെയും ഞാൻ കൊണ്ടുവരുമ്പോൾ അവർക്ക് കുറിച്ച് കൊടുക്കുന്ന മരുന്നുകൾ മിക്കവാറും എല്ലാം ആയുർവേദ ഷോപ്പുകളിൽ അവൈലബിൾ ആണ് അല്ലേ? എന്നിരുന്നാലും അവർക്ക് ചിലർക്കെങ്കിലും ചിലപ്പോഴെങ്കിലും കുറിച്ച് കൊടുത്ത ചില മരുന്നുകൾ, ഉദാഹരണത്തിന് അഘോരഘൃതം പോലെ ചില മരുന്നുകൾ ഉദയേട്ടൻ കൊടുക്കാറുണ്ട്. അത് മാർക്കറ്റിലൊന്നും കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ്. അത് ഉദയേട്ടൻ്റെ മാത്രം എന്തെങ്കിലും അത് രഹസ്യക്കൂട്ടുകൾ പിന്നെ വല്ലതും വെളിയിൽ എവിടെയും കിട്ടാത്തൊരു സാധനമാണ്. ബ്രാഹ്മണ ഗൃഹങ്ങളിൽ മാത്രം പിന്നെ ഉണ്ടാക്കി സൂക്ഷിക്കുന്ന, അങ്ങനെ സൂക്ഷിച്ച് വന്നിരുന്ന ഒരു ഒരു മരുന്നാണത്. പിന്നെ എൻ്റെ അടുത്ത് മാത്രമല്ല, മുമ്പ് പഴയ കാലങ്ങളിലൊക്കെ, ഇപ്പോഴും അവൈലബിൾ ആണ്. കർണാടകയിലോ അങ്ങനെ ഉള്ളവരൊക്കെ ഈ പാരമ്പര്യം സൂക്ഷിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് പലരും. പിന്നെ അതിനൊരു ഒരു പ്രൊസീജിയർ ഉണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ പ്രൊസീജിയറിലേക്ക് ഞാൻ വരുന്നില്ല ഇപ്പോൾ തൽക്കാലം. അതൊരു വലിയ കുറേ സംസാരിക്കേണ്ട വിഷയമുണ്ടാവും അതിൽ. അപ്പോൾ അത് പിന്നെ അങ്ങനെ ഒരു ഇതനുസരിച്ചിട്ടാണ് ഈ മരുന്ന് ഉണ്ടാക്കേണ്ടത്. അപ്പം അത് എല്ലാവർക്കും പിന്നെ പ്രാക്ടിക്കൽ അല്ല. അതായത് അങ്ങനെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറേ ചിലവ് വരും. അപ്പോൾ അതിന് കുറേ ആൾക്കാർ വേണം, കൂട്ടത്തിൽ കുറേ ആൾ വേണം അതിൻ്റെ ആ പ്രൊസീജിയർ അനുസരിച്ച് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് പ്രാക്ടിക്കലല്ല എല്ലാവർക്കും. മറ്റൊന്ന്, ഇത് ഈ ഒരു മരുന്ന് ഉണ്ടാക്കിയിട്ട് കടകളിൽ വിൽപ്പന നടത്താം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെയൊന്നും ഒരു കച്ചവടത്തിന് പറ്റിയ ഒരു വസ്തുവല്ല അത്. അതുകൊണ്ട് ആരും അങ്ങനെ ഉണ്ടാക്കാറില്ല. മരുന്നുണ്ടാക്കുമ്പോൾ അതിൻ്റെ റിട്ടേൺ ലാഭം കൂടെ എല്ലാവരും കണക്ക് കൂട്ടുമല്ലോ, ഒരു കമ്പനിയൊക്കെ ആകുമ്പോൾ. അപ്പം അത് പറ്റിയതല്ല. അറിയാഞ്ഞിട്ടല്ല, എനിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമൊന്നുമല്ല ഇതൊന്നും. ഇതേപോലെ ഇതേ രീതിയിൽ ആണ് മിക്കവാറും എല്ലാ മരുന്നുകളും പിന്നെ ഉണ്ടാക്കണം എന്ന് വിധിയുണ്ട്. ആയുർവേദത്തിൽ അങ്ങനെ ഒരു വിധിയുണ്ട്. എല്ലാത്തിനും ഇങ്ങനെ ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പിന്നെ വിധിച്ചിട്ടുള്ള ഒരു ഇതുണ്ട്. അതിലൊന്നാണ് ധന്വന്തരം. ധന്വന്തരം പിന്നെ ഗുളിക, ധന്വന്തരം തൈലം, ധന്വന്തരം കഷായം, അങ്ങനെയുള്ള അതെല്ലാം യോഗം ഒന്നാണ്. ഇതെല്ലാം മരുന്നിൻ്റെ യോഗം ഒന്ന് തന്നെയാണ്. ധന്വന്തര ഘൃതം, ഈ മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വിധി പ്രകാരം ധന്വന്തരി പൂജ ചെയ്തിട്ട് തന്നെ ചെയ്യണം. അത് ധന്വന്തരി ഭഗവാനാൽ പിന്നെ കിട്ടിയ ഒരു യോഗമാണ്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പം ഇന്ന് ആരൊക്കെ അത് ചെയ്യുന്നുണ്ട് എന്ന് ആലോചിച്ചാൽ ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമാവും. This journey takes us back to the roots where investigation meets intuition, where learning dissolves into living. For traditional Vaidyas, Ayurveda is not learned, it is lived. It's a sacred alignment of medicine, mind, and moment. Every preparation begins with prayer, every treatment with compassion, every act with awareness.